തിരുകാച്ചാമുഷി പെരുമാൾ ക്ഷേത്രം കൊല്ലംകോടുന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്ററോളം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. മഹാക്ഷേത്രമാണ്. 5 പൂജയും 3 ശിവേരിയും ദിവസം നവകവും പഞ്ചമിയും എന്നുള്ള ചടങ്ങുകളോടുകൂടി നിത്യനിദാനം നടക്കുന്ന ക്ഷേത്രമാണ്. കാശ്യപ മഹർഷി പ്രതിഷ്ഠിച്ചു എന്ന സങ്കല്പം. ദാരുവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠ. ഭൂമിദേവി ലക്ഷ്മീദേവി സമേതനായ പെരുമാൾ ദാരുവിഗ്രഹത്തോടു കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ്. അത് വേറെ ഇവിടെ വിഷ്ണുവിൻ്റെ വേറെ ദാരുവിഗ്രഹം വേറെ ഇവിടെ ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. ഭദ്രകാളികൾക്ക് ധാരാളമുണ്ട് പലതിലും. അർച്ചനാബിംബം താഴത്തെ ഇടനാഴിയിൽ അർച്ചനാബിംബം, വടക്ക് ഭാഗത്തെ അർച്ചനാബിംബം വേറെയുണ്ട്. അവിടെയാണ് അഭിഷേകം പൂജയെല്ലാം. അവിടെ പൂജ തുടങ്ങി പീഠപൂജ കഴിഞ്ഞാൽ ശംഖിൽ മുകളിൽ നിന്ന് ദാരുവെന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന് തിരിച്ച് പൂജ കഴിഞ്ഞ് തിരിച്ചങ്ങോട്ടിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടുത്തെ പൂജാ സംവിധാനം. പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ എവിടെ സോമയാഗം അതിരാത്രം നടക്കുകയാണെങ്കിലും കാച്ചാമുഷി പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നാണ് സോമലരിയും കരിഞ്ഞാലിയും കവിട്ടപ്പുല്ലും ഇവിടുന്നാണ് കൊണ്ടുപോകേണ്ടത്. കൃഷ്ണമൃഗചർമ്മവും വേണമെന്നാണ് പറയുക. ഇപ്പോൾ അത് കൊടുക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ തൃശ്ശൂർ എളങ്ങല്ലൂർ മനയിൽ നടക്കുന്ന സോമയാഗത്തിന് ഇവിടെ നിന്നാണ് സോമലത അവിടെ നിന്നാണ് വാങ്ങിയിട്ട് പോയത്. ഇവിടുത്തെ പ്രധാന വഴിപാട് പറഞ്ഞാൽ പാൽപ്പന്തിരാഗി എന്നൊരു മഹാനീതിയാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട നേദ്യം. അതായത് വെള്ളമില്ലാതെ പാലിൽ കുറുക്കി ഉണ്ടാക്കുന്ന പാൽപ്പായസമാണ്. അതിങ്ങനെ ഇടയ്ക്ക് ആൾക്കാർ ഉദ്ദേശകാര്യത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച് നടത്താറുണ്ട്. അതാണ് പ്രധാന വഴിപാട്. വിഷ്ണു ആണെങ്കിലും ശ്രീരാമ അവതാര സങ്കല്പമാണെന്ന് പറയപ്പെടുന്നത്. അത് കാരണം ഹനുമാൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഹനുമാൻ്റെ സാന്നിധ്യം ഇവിടെ പരിപൂർണമായിട്ടും ഉണ്ട്. വൈശാഖത്തിൽ തിരുവോണത്തിന് ആറാട്ട് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവ സംവിധാനം. ഈ വർഷം മെയ് 10 കൊടിയേറ്റം 19 ആറാട്ടോടു കൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 4 ഉപദേവന്മാരാണുള്ളത്. ഗണപതി, നാഗസുബ്രഹ്മണ്യൻ, ശിവൻ, അയ്യപ്പൻ, ശാസ്താവ്. പിന്നെ പുറത്ത് നാഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. കാശ്യപരുടെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിന് മുൻവശത്ത് ദേവൻ്റെ വലതുഭാഗത്തായിട്ട് കാശ്യപത്തറ പണിത് അതിൽ എഴുന്നേറ്റ് നടണമെന്ന് പണ്ടൊരു അഷ്ടമരി പ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരം ക്ഷേത്രത്തിന് മുൻവശത്ത് ദേവൻ്റെ വലതുഭാഗത്തായിട്ട് കാശ്യപത്തറ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ അവിടെ തൊഴുതിട്ട് ദേവനെ തൊഴാവൂ എന്നൊരു കൂടി അന്ന് പറയുകയുണ്ടായി. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. കഴിഞ്ഞ നവംബറിലാണ് ചാർജ് എടുത്തത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തിരുവോണൂട്ട് ഇവിടെ പ്രധാനമായിട്ട് എല്ലാ മാസങ്ങളിലും നടന്നു വരുന്നുണ്ട്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും പ്രധാനമാണ്. നല്ല തിരക്കുണ്ടാവാറുണ്ട്. വിഷുവിനും നല്ല തിരക്കായിരുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ്. ദാരു പ്രതിഷ്ഠയാണ്. പിന്നെ ഇവിടെ തിരുവോണൂട്ട് പ്രധാനമാണ്. എല്ലാ മാസവും തിരുവോണത്തിന് ഇവിടെ കാല് കഴിച്ച് കൂട്ടിയിട്ട് എല്ലാവർക്കും പ്രസാദം ഊട്ടുണ്ടാവും. ഇവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റികൾ പറഞ്ഞത് ചെറുകുന്നത്ത് വന ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടം തൃശ്ശൂർ, കൂടാതെ വെങ്കനാട് കോവിലകം, കൊല്ലങ്കോട് വെങ്കനാട് കോവിലകം, ശ്യാംപ്രസാദ് തമ്പാൻ എന്നിവരാണ് ഇവിടുത്തെ ട്രസ്റ്റിമാർ. ക്ഷേത്രത്തിലെ തന്ത്രിമാർ കരിയന്നൂർ മനയ്ക്കും അണ്ടറാടി മനയ്ക്കാണ് താന്ത്രികം ഉള്ളത് ഇവിടെ.
ഞാനിവിടുത്തെ മേശാന്തിയാണ്. പേര് ഗോപിനാഥ്. ഞാനിവിടെ ഒരു 11 കൊല്ലമായിട്ട് ഞാൻ പ്രവൃത്തി ചെയ്ത് വരുന്നുണ്ട്. ദാരുവിഗ്രഹമായിട്ടാണ് അവിടെ ഉള്ളത്. 2 സൈഡ് ലക്ഷ്മി ദേവി ഭൂമിദേവി സമേതനായിട്ടാണ് കാശ്യപ മഹർഷി പ്രതിഷ്ഠിച്ച അതായിട്ടാണ് സങ്കല്പം. ഈ അത്താഴ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവൻ ഗോവിന്ദാമലയിലേക്ക് പോകുന്നെന്നും അതുപോലെ രാവിലെ തിരിച്ചിങ്ങോട്ട് വരുന്നു, അങ്ങനെ ഒരു അതും കൂടി ഇവിടെ ഉണ്ട്. നിലവിൽ ശ്രീരാമസങ്കല്പത്തിലാണ് ഉള്ളത്. മഹാവിഷ്ണുവിനാണ് പൂജ.